കടം വേണോ? ഈ ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസിൽ നിന്നും, അതും തവണ വ്യവസ്ഥയിലൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 8943674441. ആർമി ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്ന സ്ത്രീകളുടെ പണവും സ്വർണവും കവരുകയും ലൈംഗികമായി അവരെ ചൂഷണം നടത്തുകയും ചെയ്യുന്ന യുവാവ് പിടിയിൽ. തിരുവനന്തപുരം പോത്തൻകോട് അണ്ടൂർക്കോണം സ്വദേശി നൌഫൽ എന്ന മിഥുൻ ഷായെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ സ്വദേശിനിയായ വീട്ടമ്മയിൽ നിന്നും 3,80,000 രൂപയും 4 പവൻ സ്വർണവും തട്ടിയെടുത്തുവെന്ന പരാതിയിലാണ് മിഥുൻ ഷാ പിടിയിലായത്. ദ ആർമി എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി ആർമിയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയാണ് പ്രതി വിവാഹിതരും ഭർത്താവ് സ്ഥലത്തില്ലാത്തവരെയും തെരഞ്ഞുപിടിച്ച് പരിചയപ്പെടുന്നത്. പിന്നീട് ഇവരോട് സൗഹൃദം സ്ഥാപിക്കുകയും സൗഹൃദം മുതലെടുത്ത പണവും സ്വർണവും കൈക്കലാക്കുകയും ചെയ്യും. ഇത്തരത്തിൽ നിരവധി പേർക്ക് പണം നഷ്ടമായതായി പോലീസ് പറയുന്നു. പണമോ സ്വർണമോ തിരിച്ചു ചോദിക്കുന്നവരെ മോർഫ് ചെയ്ത ദൃശ്യങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ ശാരീരികമായും ഇയാൾ ചൂഷണം ചെയ്തതായിട്ടുള്ള സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഭീഷണിയും കുടുംബം തകരുമെന്ന ഭയത്താലും പരാതി നൽകാൻ പലരും തയ്യാറാകില്ല എന്ന കാര്യം മുതലെടുത്തായിരുന്നു ഇയാളുടെ തട്ടിപ്പ്. മോഷണം, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് മിഥുൻ ഷാ എന്ന് പോലീസ് പറഞ്ഞു. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട്ടമ്മയെ കടത്തിക്കൊണ്ടുപോയതിനും ചിതറ പോലീസ് സ്റ്റേഷനിൽ കവർച്ചയ്ക്കും മിഥുനെതിരെ കേസുകൾ നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ തുടരന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും കൂടുതൽ പരാതികൾ പ്രതിക്കെതിരെ ഉണ്ടാകാനാണ് സാധ്യതയെന്നും സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് പറഞ്ഞു. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ആദ്യം സ്ത്രീകളെ പരിചയപ്പെടുക. സ്ത്രീകളെന്ന് വെച്ചാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവർ ഭർത്താക്കന്മാർ ഗൾഫിലുള്ളവരോ അല്ലാത്തവരെയൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ അല്ലെങ്കിൽ ATM കാർഡ്, സ്വർണം ഇങ്ങനെയുള്ള സാധനങ്ങൾ തട്ടിയെടുക്കുക. തിരിച്ച് ചോദിക്കുമ്പം ഭീഷണി മറ്റേ മോർഫ് ചെയ്തതിനകത്ത് ഇൻസ്റ്റഗ്രാം വഴി മോശമായി ചിത്രീകരിക്കുന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പൈസ മേടിക്കുക, തിരിച്ചു കൊടുക്കാതിരിക്കുക. ഇതാണ് ഇവൻ്റെ മെയിൻ പരിപാടി. ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇനിയിപ്പം കസ്റ്റഡി മേടിച്ച് അന്വേഷണത്തിൽ ഇപ്പം ഇവൻ്റെ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ഇതുപോലെ ചീറ്റ് ചെയ്തതായിട്ട് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കേസുകൾ കൂടുതൽ വരും. അല്ലാതെ വേറെ നേരത്തെ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസുണ്ട്. ഇതെല്ലാം ഇനി അന്വേഷണത്തിൽ വരച്ചു. പോലീസ് കേസെടുത്തെന്ന് മനസ്സിലാക്കിയതോടെ ഒളിവിൽ പോയ പ്രതിയെ ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോത്തൻകോട് ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം പിടികൂടുകയായിരുന്നു. അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ്, SI പ്രജീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ സാബു, വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നാട്ടുവാർത്ത, അഞ്ചൽ.